ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായും കാണാൻ നോക്കുക. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്കും ഇതിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഓരോ വീഡിയോയും നമ്മളത്രയും നിങ്ങൾക്ക് മുമ്പിൽ ഓരോ വീഡിയോസായി വരുന്നത് ബാക്കിൽ കുറേ ഫേറ്റുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ആവശ്യമാണ്. ഇപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറിക്കുകയാണ് കേട്ടോ. നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ പൂച്ചക്കുഞ്ഞ് നല്ല കരച്ചിലാട്ടോ, വിശന്നിട്ട്. അപ്പോൾ ഇന്നലെ മീൻ കിട്ടാത്ത കാരണം ചോറ് വല്ലാതെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് കോഴിമുട്ട ഒന്ന് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഇന്ന് രാവിലെ തന്നെ ആയിട്ടില്ലല്ലോ, അപ്പോൾ അത് മാത്രമാണ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് പത്തിരിയും ബീഫ് കറിയൊക്കെയാണ്. അപ്പോൾ ബീഫ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുഞ്ഞിന്. അത് കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് കറിയാണ്. അതിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ചേർത്ത്, അത് ഡീറ്റെയിൽ ആയൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും എന്താ പറയുക, 2-3 പ്രാവശ്യമൊന്നും അല്ല നമ്മൾ ബീഫ് ഉണ്ടാക്കണൊക്കെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായി ചായ കുടിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെറിയ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പയറൊക്കെ. അതിനുശേഷം നമ്മൾ കുറച്ച് സാലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണം ചെയ്യുന്നല്ലേ, നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റിയതാണത്. അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുനാരങ്ങ നീരും വലിയ ഉള്ളിയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ക്യാരറ്റും. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഉപ്പേരി ശരിയായിട്ടുണ്ട്. പിന്നെ ഓംലേറ്റ് തന്നെയാണ് നമുക്കിന്ന് ഉച്ചക്കും. അതും ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് തയ്യാറായിട്ടുണ്ട്. നമ്മളെ വയനാടൻ തുറമാങ്ങ അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഓംലെറ്റ്, സാമ്പാർ, സാലഡ്, പയറുപ്പേരി, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഉച്ചയൂണിൽ നിന്ന്. ഇന്ന് വൈകുന്നേരം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്തൊന്ന് പോയിരിക്കുകയാണ്. വീടിൻ്റെ ഏറ്റവും മുകളിലാണ്. വഴുക്കലൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ കയറിയിട്ടുണ്ട്. രണ്ട് തവണയായി ഇതിന്ന് കുറേ ഷറുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല മൊട്ട് വന്നിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ നമ്മളിതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. പിന്നെ വഴുക്കലുണ്ട്. എന്താ പറയുക, രണ്ടെണ്ണം നന്നായി പഴുത്തതും കിട്ടിയിട്ടുണ്ട് നമുക്ക്. നന്നായി സൂര്യപ്രകാശമുള്ള ഭാഗത്ത് ഒരു കമ്പ് നട്ടു കൊടുത്താൽ മതി. 3 വർഷം ഒന്നും ആവേണ്ട, അപ്പോഴേക്കും നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കാനും പൂക്കാനും ഒക്കെ തുടങ്ങും. കുറച്ച് മുട്ടകളൊക്കെ പഴുത്ത് പോകുന്നുണ്ട്, മഴ കൂടിയത് കാരണം തോന്നുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.